സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങി മുൻ എം.എൽ.എ. ആയിഷ പോറ്റി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഒഴിവാകുന്നതെന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ കടിച്ചു തൂങ്ങുന്നത് ശരിയല്ലെന്നും ആയിഷ പോറ്റി പറഞ്ഞു. ജനങ്ങളെ സേവിക്കാൻ പൊതുപ്രവർത്തകനാകേണ്ടതില്ലെന്നും ആയിഷ പോറ്റി കൂട്ടിച്ചേർത്തു. എനിക്കെന്താ വേറെ, എനിക്ക് ഈ പൊതുപ്രവർത്തനം ഇഷ്ടമാണ്. പക്ഷേ ആ പഴയ രൂപത്തിൽ ഓടി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ കിടപ്പായാൽ എനിക്ക് ഒട്ടും ഒക്കത്തില്ല. അല്ലാതെ എനിക്ക് ഇതൊന്നും അങ്ങനെയൊന്നുമേ ഇല്ല. എന്നെ വിളിക്കുന്നുണ്ടല്ലോ ആക്റ്റീവ് ആവണം, പക്ഷേ എനിക്ക് ആക്റ്റീവ് ആവണമെങ്കിൽ ഒക്കുന്നില്ല. ഈ തന്നതെല്ലാം ബോണസ്, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ ബാക്കി എഴുതാൻ നിങ്ങൾ വന്നുകൊണ്ട് കിടക്കണം. ഇതല്ലേ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കുക. മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതല്ലേ എപ്പോഴും ചെയ്യും. അതിന് അധികാരമൊന്നും വേണ്ട. ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, വിവരങ്ങൾ. ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ 3 ടേം എം.എൽ.എ. ആയിരുന്നു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ആയിഷ പോറ്റിയെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ആയിഷ പോറ്റി അതിന് പറയുന്ന കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനി പാർട്ടി സേവിക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് CPM ജില്ലാ സെക്രട്ടറി S. സുദേവന് നൽകിയിട്ടുണ്ട്. ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല. തനിക്ക് അഭിഭാഷക ജോലിയാണ് തന്റെ പ്രൊഫഷൻ. ആ പ്രൊഫഷനുമായി മുന്നോട്ട് പോകും. പക്ഷേ പൊതുപ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനം ആവശ്യമില്ല. ആർക്കും തന്നെ സമീപിക്കാം. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അടയാളപ്പെടുത്തലുകൾക്ക് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ഒരു അച്ചടക്കമുള്ള പാർട്ടിക്കാരിയാണെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും തന്നെ, അതായത് ഏരിയ കമ്മിറ്റിയിലടക്കം ഒഴിവാക്കിയുള്ള അതൃപ്തി ഉണ്ട്. അതുപോലെ G. സുധാകരൻ പറഞ്ഞത് മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെയാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് ആയിഷ പോറ്റി നൽകിയ മറുപടി, മുതിർന്ന നേതാക്കളെ എപ്പോഴും ഉൾക്കൊണ്ട് വേണം പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു വേണം പുതുതലമുറയെ പാർട്ടി നയിക്കേണ്ടത്. അതായത് G. സുധാകരന്റെ അഭിപ്രായങ്ങൾ ശരിവെച്ചുകൊണ്ടും അഭിപ്രായ പ്രകടനം ആയിഷ പോറ്റി നൽകി. എന്തായാലും ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, അഭിഭാഷക ജോലിയാണ് താൻ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ആയിഷ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ആതിര. ശരി, ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ നൽകിയത്.